വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ പുതിയ SCERT സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നാണ്. ഈ ഒരു ടോപ്പിക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവാം നമ്മുടെ സിലബസിലെ എല്ലാ എക്സാമുകളുടെയും സിലബസിൽ ഫസ്റ്റ് പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് PSC വരുന്ന പരീക്ഷകളിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. സിലബസ് വേസ്ഡ് ആയിട്ട് ടോപ്പിക്ക് വൈസ് ആയിട്ട് ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രധാന നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടോപ്പിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ സിലബസ് ബേസ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇവിടെ നമുക്ക് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം നൽകിയിട്ടുണ്ട്. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രസംഗമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം. നമ്മുടെ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ? ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അപ്പോൾ 1949 നവംബർ 26 അല്ലേ? നവംബർ 26 എന്താണ് പ്രത്യേകത? നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലേ? അപ്പം അത് കാരണം ഭരണഘടനാ ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നവംബർ 26. അപ്പോൾ നവംബർ തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലെന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇല്ലേ? ആമുഖം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. ഫസ്റ്റ് പേജിൽ എന്തൊക്കെ പറയുന്നുണ്ട്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഇതിലെന്താ പറയുന്നത്? എല്ലാ പൗരർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന്. ഇതൊക്കെ എന്താണ്? എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങളായിട്ടും നിർദ്ദേശക തത്വങ്ങളായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു അല്ലേ? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ആരാണ് സഭയുടെ അധ്യക്ഷൻ? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സഭയുടെ അധ്യക്ഷൻ അല്ലെ? സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആരാണ്? പ്രഥമ പ്രധാനമന്ത്രിയാണ് അല്ലേ? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹവും 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിക്കപ്പെട്ടു. അപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ആ രൂപീകരണ സമയത്ത് അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 389 ആയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം അംഗങ്ങൾ എത്ര എണ്ണായിട്ട് മാറി? 299 അംഗങ്ങൾ
അംഗങ്ങളായിട്ട് മാറി. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് പ്രധാന 3 സമിതികളുണ്ടായിരുന്നു, ഉപസമിതികളുണ്ടായിരുന്നു. പിന്നെന്താണ് പറഞ്ഞത്? 389 അംഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് അല്ലേ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. 299 മാറി എന്ന് 1947 ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 299 അംഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്താണ് അവകാശങ്ങൾ, റൈറ്റ്സ്? അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ് പറയുന്നത്? ടീച്ചർ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? അല്ലേ? അതെ, മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ, മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്, മൗലിക അവകാശങ്ങളിലെ മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് എന്ത് പറയുന്നത്? അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനുള്ള അല്ലേ, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ശരിയാണ്. ഇനി എന്താണ് പറയുന്നത്? ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. ഉണ്ടല്ലേ, ആർട്ടിക്കിൾ 23, 24 ഇല്ലല്ലേ പറയുന്നത്? ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്? മൗലിക അവകാശമാണ്. എന്താണ് ഈ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 കേട്ടോ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ടീച്ചർ പറയുന്നത്? ശരിയാണ്, ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും അതുവഴി നിയമം വഴി വരുന്നതാണ് അല്ലെ, നിയമം വഴി നടപ്പിലാക്കുന്നതുമാണ് ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതാരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഈ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ജനാധിപത്യ സംവിധാനങ്ങളാണ്. നടപ്പിലാക്കേണ്ടത് ആരാണ്? നിയമം വഴി നടപ്പിലാക്കേണ്ടത് ആരാണ്? ഗവൺമെൻറ് ആണ് നിയമം വഴി നടപ്പിലാക്കേണ്ടത്. ഇതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും ഒരു പട്ടിക തന്നെ എന്തുണ്ട്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ ഗവൺമെൻറ്റിനുണ്ട് അല്ലേ. ഇനി മനുഷ്യാവകാശങ്ങൾ. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളേതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവകാശങ്ങൾ? മനുഷ്യർ എന്ന് വെച്ചെന്നാണ് ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി ഒന്നും ഇല്ലാതെ തന്നെ ജീവിതം നയിക്കുന്നതിനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് നോക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും വേണ്ടിയിട്ടുള്ള ചില അടിസ്ഥാന അവകാശങ്ങൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിനെ മനുഷ്യാവകാശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഭരണഘടനയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയിലും എന്ത് പറയുന്നുണ്ട്? ഈ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ
എന്നതിലേക്ക് വഴി തെളിയിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളുടെ നാൾ വഴിയിലെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാഗ്നാ കാർട്ട. മാഗ്നാ കാർട്ട 1215 മാഗ്നാ കാർട്ട പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്നാ കാർട്ട. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക രേഖയായിരുന്നു എന്ത് പറയുന്ന മാഗ്നാ കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാഗ്നാ കാർട്ട നോക്കാം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്നാ കാർട്ട. അപ്പം മാഗ്നാ കാർട്ട എവിടെയാണ് രൂപപ്പെട്ടത്? ബ്രിട്ടനിലാണ് രൂപപ്പെട്ടത്. അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ രേഖ എന്ന് പറയുന്നത് ഇതാണ്, മാഗ്നാ കാർട്ടയാണ്. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മാഗ്നാ കാർട്ട എന്ന് വെച്ചാൽ അർത്ഥം വലിയ പ്രമാണം എന്നാണ്. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്ന ഒരു പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. അപ്പോൾ 1215 എന്ത് വരുന്നത്? മാഗ്നാ കാർട്ട വന്നത് അല്ലേ. ഈ മാഗ്നാ കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവാരാണ്? ജോൺ രാജാവാണ്. ജോൺ രാജാവാണ് മാഗ്നാ കാർട്ടയിൽ 1215 ഒപ്പുവെക്കുന്നത്. നിർബന്ധപൂർവ്വമാണ് ഒപ്പുവെക്കുന്നത് അല്ലേ. ജനങ്ങളുടെ നിർബന്ധപൂർവ്വമാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്നാ കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്നാ കാർട്ടയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടവയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് പറയുന്നത്? അപ്പോൾ എന്ത് പഠിച്ചു വയ്ക്കുക? പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും ഒക്കെ എന്താണ്? മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് അല്ലേ ആദ്യകാലത്തെ. ഇനി അമേരിക്കൻ അവകാശ പത്രിക. അപ്പോൾ നമ്മൾ എവിടത്തെയാണ് പറഞ്ഞത്? ബ്രിട്ടനിലേ പറഞ്ഞു അല്ലേ. ഇനി അമേരിക്കൻ അവകാശ പത്രിക എന്താണെന്ന് നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിലാണ് ഈ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുവാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് ഉറപ്പു നൽകുന്നത്? എന്ത് വിശ്വാസങ്ങളേക്കാണ്? മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുവാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം. ഇതൊക്കെ ഈ മൗലിക അവകാശങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇനി അമേരിക്കൻ അവകാശ പത്രിക 1789 1789 അമേരിക്കൻ അവകാശ പത്രിക വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ് അല്ലേ. എന്നാൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടേതാണ്. ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടേത്. അവിടെയാണ് ആദ്യമായിട്ട് ഭരണഘടന വരുന്നത് അല്ലേ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് എന്ന് പറയുന്ന അമേരിക്കൻ അവകാശ പത്രിക. ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് വിപ്ലവം എന്നാണ് 1789 തന്നെയാണല്ലോ അല്ലേ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് എന്തെന്ന് പറയുന്നത്? ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് 1789 ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അങ്ങനെയാണ് 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ എവിടെ നിന്നൊക്കെ തുടങ്ങി? അമേരിക്കയിൽ നിന്ന് തുടങ്ങി. അമേരിക്കയിൽ ആദ്യമായിട്ട് ഭരണഘടന നിലവിൽ വന്നു. അങ്ങനെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് വന്നു അല്ലേ. അതിനുശേഷമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിൽ വന്നത് അല്ലേ. അതിനുശേഷം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നു 1948. 1948 ഡിസംബർ 10 അല്ലേ. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അതിനാൽ തന്നെ ഡിസംബർ 10 എന്തായിട്ടാണ് ഇതാക്കുന്നത്? ആചരിക്കുന്നതാണ് മനുഷ്യാവകാശ ദിനമായിട്ട് അല്ലേ. മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ്
സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശ രേഖകൾ മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പറയുന്നുണ്ട്. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഫ്രാൻസിലെ അസംബ്ലി എന്ത് പ്രഖ്യാപിക്കുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് അല്ലേ. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നു. പൗരർ ജന്മനാ സ്വാതന്ത്ര്യരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഏത് പ്രഖ്യാപനം? ഫ്രാൻസിലെ ഈ പ്രഖ്യാപനം പറയുന്നുണ്ട്. ഇനി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ. മൗലിക അവകാശങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഇതിൽ പ്രധാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൗലിക അവകാശങ്ങളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഈ മൗലിക അവകാശങ്ങൾ ഈ ഭരണഘടനയിൽ വേണമെന്ന് പറയുന്നതിന് കാരണം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. അപ്പോൾ വേറെ എന്തൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളൊക്കെ ഇതിനെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, പല രാജ്യങ്ങളിലെയും മൗലിക അവകാശങ്ങളുണ്ട്, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുണ്ട്, അവകാശ രേഖകളുണ്ട്. അതൊക്കെ ഈ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് ഭരണഘടനാ ദിനമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന് ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നതെന്നാണ് 1949 നവംബർ 26 അതിനാലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് എത്രാമത്തെ ഭാഗത്തിലാണ്? 3ാമത്തെ ഭാഗത്തിലാണ്, പാർട്ട് 3. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുക, നടപ്പിലാക്കുക ചെയ്യുന്ന ആരാണ്? സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. എന്താ പറയുന്നത്? നമ്മുടെ സാധാരണയുള്ള, അതായത് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുക, ഉറപ്പ് വരുത്തുന്നതൊക്കെ ആരാണ്? ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുക, നടപ്പിലാക്കുന്നത് സാധാരണ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പ് വരുത്തുന്നതും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് അറിയോ? എത്രയാണ്? 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ കേട്ടോ. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ്
സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഈ അവകാശപ്രകാരം എന്തൊക്കെയാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഈ ഒരു സംഭവം, ഈ മതം, വർഗം, ജാതി, ലിംഗം എന്നിവയിലുള്ള വിവേചനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 15 കേട്ടോ. ആർട്ടിക്കിൾ 15 ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുവാനും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം എന്താ പറയുന്ന അവസര സമത്വം അല്ലേ? അപ്പോൾ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ? തൊട്ടുകൂടായ്മയെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 17 എന്ത് പറയുന്നത്? തൊട്ടുകൂടായ്മ നിരോധനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 18. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇനി ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. പിന്നെ എന്താ പറയുന്നത്? അപ്പോൾ അത് ആർട്ടിക്കിൾ 15 വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 14 ഈ നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത്. 15 എന്താ പറയുന്നത്? ജാതി, മതം, വർഗം, ലിംഗ വ്യത്യാസമില്ലാതെയുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 16 അവസര സമത്വം. നോക്കി ഇവിടെ നമുക്ക് തന്നിട്ടില്ലേ ഒരു പോയിന്റ്? നോക്കിയാൽ പൊതുജോലികളിൽ അവസര സമത്വം എന്ന് പറയുന്നത് അത് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിരോധനം അല്ലെങ്കിൽ അയിത്ത നിർമ്മാർജ്ജനം കേട്ടോ. അയിത്ത നിർമ്മാർജ്ജനം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ പുറത്തിറക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് വകുപ്പാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 17. അപ്പോൾ അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്നു. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടി പറയുന്നു. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്? തൊട്ടുകൂടായ്മ നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 18. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് റൈറ്റ് ഓഫ് ഫ്രീഡത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 പറയുന്നത്. ഓക്കെ, എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത് കേട്ടോ. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ എത്രയാണ്? ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19 പറയുന്ന അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത് പറയുന്നത് സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 3 സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 4 ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 5 ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. 6 ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 21A പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A
ആണ് അല്ലേ, ആർട്ടിക്കിൾ 21A ആണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക. ഏത് ഭേദഗതിയാണ്? 2002 86 ഭേദഗതിയാണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അല്ലേ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 20 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 20 ക്ലിയർ ആയല്ലോ. ഇനി രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇപ്പോൾ എന്തെങ്കിലും അടിയന്തരാവസ്ഥ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 19 അതായത് ഈ 6 പറഞ്ഞില്ലേ, ഇത് എന്താണ്? നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെടും. ഇത് ക്യാൻസൽ ചെയ്യപ്പെടും, നമുക്ക് അത് കിട്ടില്ല, ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടില്ല. ബാക്കി 20-21 ഇപ്പോൾ പറഞ്ഞ 2 അല്ലേ, കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണം ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് കേട്ടോ. 21 സോറി, ഇവിടെ ഞാൻ 20 പറഞ്ഞു, 21 കേട്ടോ. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് കേട്ടോ. ശിക്ഷയെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 20-21 ഈ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് സംരക്ഷണം, അതുപോലെ തന്നെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഉണ്ടല്ലോ, ഇത് ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 19. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ പഠിച്ച സ്ഥിതിക്ക് ആർട്ടിക്കിൾ 22 കൂടെ നോക്കാം അല്ലേ. ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. സംരക്ഷണത്തെ കുറിച്ചിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 22 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ പറഞ്ഞത് വരുന്നുണ്ട്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇപ്പോൾ 2002 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ഉണ്ടോ. 2002 86 ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. അപ്പോൾ പാർലമെന്റ് അംഗീകരിക്കുന്നത് 2009 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. 2010 ഏപ്രിൽ 1 എന്ത് വരുന്നത്? 2010 ഏപ്രിൽ 1 എന്ത് വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. 2009 പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 2009 ഓഗസ്റ്റ് 26 പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അപ്പോൾ ഈ നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് തെറ്റായിട്ട് ചോദിച്ചു, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് പോകുന്ന പോയിൻ്റാണ്. 6 വയസ്സിനും 14 വയസ്സിനുമാണ് കേട്ടോ. 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ 12 വയസ്സോ അങ്ങനെ എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കൂല അല്ലേ, ഈ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. അപ്പോൾ പഠിച്ചു വയ്ക്കുക, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. നെക്സ്റ്റ്, ചൂഷണത്തിനെതിരായ അവകാശം. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ചൂഷണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ പലവിധ ജനങ്ങളും പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുക, ചൂഷണം ചെയ്യപ്പെടുന്നതുമായ കുറേ സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അതായത് അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ പറയുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? അടിമ ജോലി, അതുപോലെ തന്നെ മനുഷ്യ കച്ചവടം അല്ലേ, മനുഷ്യ കച്ചവടം, അടിമ ജോലി, അടിമത്തം അല്ലെങ്കിൽ മനുഷ്യ കച്ചവടം, ദേവദാസി സമ്പ്രദായം,
അതൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 23 നിർബന്ധിത ജോലി തടയുക, അടിമത്തം നിരോധിക്കുക, അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം എതിർക്കുക, മനുഷ്യക്കടത്ത് തടയൽ എന്നിവയൊക്കെ ആർട്ടിക്കിൾ 23 വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ആർട്ടിക്കിൾ 23 വരുന്നത് അല്ലേ. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 എന്നാണ് പറയുന്നത്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാം, ബാലവേല നിരോധനം അല്ലേ, ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയണം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കണം. ഓക്കെ, ഇനി എന്നാണ് ബാലവേല വിരുദ്ധ ദിനം എന്നാണ്, ജൂൺ 12 കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക, ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം, ജൂൺ 12. ഈ ബാലവേല നിരോധന നിയമം പാസ്സാക്കിയത് 1986 ബാലവേല വിരുദ്ധ ദിനം പാസ്സാക്കിയത്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത്, ജൂൺ 12 ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാലവേല ഇല്ലാത്ത പ്രൊഡക്റ്റിന് നൽകുന്ന മാർക്ക് ഏതാണ്? ബാലവേല ഇല്ല എന്ന് പറയുന്ന ഇതിന് വേണ്ടി നൽകുന്ന പ്രൊഡക്റ്റിന് നൽകുന്ന മാർക്കാണ് രഗ് മാർക്ക്, അല്ലെങ്കിൽ എന്താണ് വുഡ് വ്യൂ മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ടല്ലോ, ബാലവേല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വുഡ് വ്യൂ എന്ന് പറയുന്ന മാർക്കൊക്കെ ഇതിനുള്ള ആശയം കൊണ്ടുവന്ന ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. നെക്സ്റ്റ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് എടുത്ത് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 25 പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28 കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 25 എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25. നെക്സ്റ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എത്ര മുതലാണ്? ആർട്ടിക്കിൾ 29-30. ആർട്ടിക്കിൾ 29-30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാക്കിയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ എന്താണ് ഈ ന്യൂനപക്ഷങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെ മറ്റ് വിഭാഗങ്ങളെക്കാളും എണ്ണത്തിൽ കുറവായിരിക്കും. ഈ ന്യൂനപക്ഷക്കാർ മറ്റ് വിഭാഗങ്ങളെക്കാളും എണ്ണത്തിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്ന ജനവിഭാഗങ്ങളായിരിക്കും. ഇവരെയാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 29 ഇവരുടെ താല്പര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 കേട്ടോ. ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ
ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരം, ഭാഷ, ലിപി സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ എല്ലാ ന്യൂനപക്ഷക്കാർക്കും എന്തുണ്ട്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത് പറയുന്ന ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 30. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഇവർ ന്യൂനപക്ഷക്കാരെന്ന് പറയുന്നതാണ് മറ്റു വിഭാഗങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാളും എണ്ണത്തിൽ കുറവായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഭാഷയും സംസ്കാരമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുക, ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്? ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് ലാസ്റ്റാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ഏതായിരിക്കും? ആർട്ടിക്കിൾ 32 ആയിരിക്കും. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. റിപ്പീറ്റഡ് ആണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. എന്താ? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെ, അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. അപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് എന്തിലൂടെയാണ്? റിട്ടുകളിലൂടെയാണ്. എന്താണ് റിട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് റിട്ടുകളെയാണ് ആര് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് അല്ലേ. റിട്ടുകളല്ല, ഈ ആർട്ടിക്കിളിനെയാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പം എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഏത് ആർട്ടിക്കിളിലാണെന്ന് പറയുന്നത് ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഏതാണ്? ആർട്ടിക്കിൾ 32 ആണല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. തിരിച്ചും മറിച്ചും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൗലിക അവകാശങ്ങൾ പറഞ്ഞെല്ലാം തന്നിട്ടുണ്ട് ഒരുമിച്ച്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് വരുന്നത് അല്ലേ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെ വരുന്നു. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 23, 24 പറയുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെ പറയുന്നു. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അനുച്ഛേദം 29 മുതൽ 30 വരെ അല്ലേ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32 പറയുന്നു. നെക്സ്റ്റ്, റിട്ടുകൾ പലവിധമുണ്ട്. ഏതൊക്കെയാണ്? എത്ര തരത്തിലുണ്ട് റിട്ടുകൾ? 5 എണ്ണമാണ് ഉള്ളത് അല്ലേ. റിട്ടുകൾ 5 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? ശരീരം ഏറ്റെടുക്കൽ കേട്ടോ. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാമെന്നാണ് ഹേബിയസ് കോർപ്പസിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഹേബിയസ് കോർപ്പസ്? അന്യായമായി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റിട്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്
കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇനി മാൻഡമസ് എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരവും കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പ്രൊഹിബിഷൻ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഹിബിഷൻ? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത കേസ് ആരെടുക്കുകയാണ്? കീഴ്ക്കോടതികൾ പരിഗണിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെ വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മീനിങ് വരുന്നത് എന്താണ്? തടയൽ എന്നാണ്. പ്രൊഹിബിഷൻ്റെ മീനിങ് വരുന്നത് എന്താണ്? തടയുക എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കോവേറൻറ്റോ അല്ലേ. കോവേറൻറ്റോ ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് കോവേറൻറ്റോ എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് കോവേറൻറ്റോ എന്ന് പറയുന്നത്. ഇനി സെർഷ്യോററി എന്ന് വെച്ചാൽ ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഒരു കേസുണ്ട്, അത് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാണ്. അപ്പോൾ ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവിനെ കുറിച്ച് പറയുന്ന റിട്ടാണ് സെർഷ്യോററി. അപ്പോൾ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളാണുള്ളത്. അതും ചോദിക്കാറുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവേറൻറ്റോ, സെർഷ്യോററി. ഇനി രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ക്ഷേമ രാഷ്ട്രമാണ് അല്ലേ. എല്ലാ വിഭാഗ ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാനായിട്ട് കഴിയില്ല. മൗലിക അവകാശങ്ങളിൽ നമുക്ക് എന്താണ്? കോടതി വഴി നടപ്പിലാക്കാനായിട്ട് പറ്റും. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതേസമയം സർക്കാർ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. അതായത് എന്തെങ്കിലും സർക്കാർ പരിപാടികൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പാലിക്കണം. നോക്കാം എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം മൗലിക അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു പാർട്ട് 3-ലാണെന്നല്ലേ. പാർട്ട് 3-ലല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൗലികാവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൗലിക അവകാശങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് പാർട്ട് 3 12 മുതൽ 35 വരെയാണ് കേട്ടോ. അതിൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഈ പോയിന്റ്. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4-ലാണ് പറയുന്നത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. അപ്പോൾ ഈ ആശയങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഉദാര ആശയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം എന്നിവയെല്ലാം എന്താണ്? ഉദാര ആശയങ്ങൾ വരുന്നവയാണ്.
ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും തുല്യ സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉള്ള പരിചരണവും വിദ്യാഭ്യാസ വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം എന്നിവയ്ക്ക് ഉദാര ആശയങ്ങളിൽ വരുന്നതാണ്. ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം എന്താണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. ഇനി ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്ന എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഈ ഗാന്ധിയൻ ആശയങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും ഗാന്ധിയൻ ആശയമാണ്. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഓക്കെ. ഇനി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണല്ലേ സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കും. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനായിട്ട് കഴിയോ? ഇല്ല അല്ലേ? ചോദിക്കാറുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനായിട്ട് സാധിക്കും. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. മൗലിക അവകാശങ്ങൾ വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നതെങ്കിൽ നിർദ്ദേശക തത്വങ്ങളോ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാം, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ, കോടതി വഴി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. മൗലിക അവകാശങ്ങൾ കോടതി വഴി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. പിന്നെന്താണ് പറഞ്ഞേ? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായിട്ട് സങ്കീർണമായ നടപടികൾ ആവശ്യമാണ് അല്ലേ? ഭേദഗതി വരുത്തുവാനായിട്ട് എളുപ്പമല്ല. ഓക്കെ, കുറേ നടപടികൾ ആവശ്യമാണ് ഭേദഗതി വരുത്തുന്നതിനായിട്ട്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ എളുപ്പത്തിൽ ചെയ്യുന്നതിനായിട്ട് പറ്റും. പിന്നെന്താ പറഞ്ഞത്? ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളോ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്നു. സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശക തത്വം നടപ്പിൽ വരുത്താതിരുന്നാൽ അതിനെതിരെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ ഒരു കുട്ടി. അപ്പം ഞാൻ പറഞ്ഞതില്ല, സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് നേരെ സുപ്രീം കോടതിയാണ് സമീപിക്കാനായിട്ട് സാധിക്കാം. സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലിക അവകാശങ്ങളെ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത്. കാരണം എന്താണ്? ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ വരുന്നതാണ്, മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് അല്ലേ. ഇനി നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ
സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്, 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയത് എന്താണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. ഉദാര ആശയമാണ് സൗജന്യ വിദ്യാഭ്യാസം. സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 2009 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇത് പറഞ്ഞിരുന്നതാണ്, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലൂടെയാണ് കുറേ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? പഞ്ചായത്തി രാജ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക ആക്ട് ഒക്കെ വരുന്നത് അല്ലേ. അത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഗാന്ധിയൻ ആശയവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനുശേഷം വന്നാണ്. അതുപോലെ തന്നെ ഉദാര ആശയമാണ് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് 2009 വിദ്യാഭ്യാസ അവകാശമായിട്ട് നടപ്പിലാക്കിയത് അല്ലേ. അതുപോലെ തന്നെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം എന്ന് പറയുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ഇതിലേക്ക് അല്ലേ, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന തത്വത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി മൗലിക കർത്തവ്യങ്ങൾ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. മൗലിക കർത്തവ്യങ്ങൾ. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇതാരാ പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞതാണ്. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യൻ പൗരർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കാമല്ലോ. ശരിയാണല്ലേ. പൗരർ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അവകാശവും കർത്തവ്യവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ സർദാർ സരൺ സിംഗ് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്? 1976 സർദാർ സരൺ സിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42 ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ പുതിയ ഭേദഗതിയിലൂടെയാണ് എന്ത് വരുന്നത്? മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. ഏത് ഭേദഗതിയാണ്? 1976 42 ഭേദഗതിയിലൂടെയാണ്. ഏത് പാർട്ടാണ്? പാർട്ട് 4A ആണല്ലേ. പാർട്ട് 4A ആണ്. 51A ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പ്രകാരം 51A അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. അപ്പോൾ 4A ആണ് ഭാഗം ചോദിക്കുകയാണെങ്കിൽ 4A ആണ്. 51A ആണ് ആർട്ടിക്കിൾ. വകുപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അനുച്ഛേദം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏത് ഭേദഗതിയാണ്? 1976 42 ഭേദഗതിയിലൂടെയാണ് വന്നത്. സരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ വന്നത്. പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അതായത് ആദ്യം മൗലിക കടമ നിലവിൽ വരുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വരുമ്പോൾ 10 മൗലിക ചുമതലകളെ ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തെ മൗലിക ചുമതല കൂട്ടിച്ചേർത്തത് 2002 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. 2002 86 ഭേദഗതിയിലൂടെ എന്താണ് പറയുന്നത്?
6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. കടമ എന്താണ്? മാതാപിതാക്കൾക്കാണ് എന്ന് പറയുന്നത് 2002 86 ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമയായിട്ടാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. 10 മൗലിക ചുമതലകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇന്ത്യൻ പൗരർ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ടെന്ന് ഭരണഘടന അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായാണ് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഭരണഘടന പറയുന്നത്. പിന്നെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഈ മൗലിക കർത്തവ്യങ്ങൾ കോടതി വഴി നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല കേട്ടോ. മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഭരണഘടന വഴി നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉറപ്പു നൽകുന്നു. ഒപ്പം സമൂഹക്ഷേമത്തിനായുള്ള രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ ഭരണഘടന അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.